ഇന്ന് ഇവിടെ കൂടാം, കുഴപ്പമില്ലാത്ത കല്യാണമാണെന്ന് തോന്നുന്നു. വയസ്സായുള്ള അടുത്ത് നിന്നാൽ പ്രത്യേക പരിഗണന കിട്ടും. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമെന്ന് തോന്നുന്നു. എല്ലാവരും അവരോരോ തിരക്കുകൾ. പയ്യെ പയ്യെ ചലനമായി നടന്നങ്ങകത്ത് കയറാം. ഇവിടത്തെ മെയിൻ ആണെന്ന് കാണിക്കാൻ ഇവിടെ ഇരുന്ന് രണ്ട് ചിരിയൊക്കെ ചിരിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ തൂക്കും. ആരും അറിയരുതേ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പെണ്ണിന്റെ വാപ്പ് വല്ലതും ആണോ പിടിക്കപ്പെടുകയാണെങ്കിൽ യൂട്യൂബിന്റെ പ്രാങ്ക് ആണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് ഇറങ്ങി ഓടിക്കളയാം. ഉള്ള സീറ്റിൽ കയറിയിരിക്കാം. കണ്ണുകൊണ്ട് മായാജാലം കാണിക്കുന്ന ഇവിടെയും വന്നോ. ചിക്കൻ കടിച്ച കടിയണ്ട. എൻ്റെ പൊന്നോ, ഇവന്തിനെ എങ്ങനെ ബിരിയാണി നോക്കുന്ന? ഇവ അരി എണ്ണി ഇരിക്കുന്ന. എന്നെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ അരിയാട്ടുന്ന ഇവൻ. താങ്ക് യു ബ്രോ. കന്നിയുള്ളാക്കി വെച്ച ഇവ ആരുടെ അവൻ? ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനും ജീവിതത്തിൽ കണ്ടിട്ടില്ല. വല്ലാത്ത ശല്യം തന്നെ. അടുത്തിരുന്നപ്പോഴേ ഒരു അലുവെടുത്ത് എൻ്റെ വായി വെച്ചു കൊടുക്കാനുള്ളായിരുന്നു. ഇതാ സംഭവം സ്കെച്ച് തന്നെ. തിന്ന ബിരിയാണി ഇപ്പൊ തുപ്പിക്കും. എവിടെ നിന്നാ? ഇവിടെ അടുത്തുനിന്ന്. അടുത്തെന്ന് പറയുമ്പോ ആര് വിളിച്ചിട്ടും കൊണ്ട് കേട്ടില്ല. എനിക്ക് കേൾക്കാൻ ഈ സമയമുണ്ട്. പയ്യെ പറഞ്ഞാൽ മതി. പറയടാ, ഒരു പേപ്പർ അല്ല, അതിൽ എഴുതിയെങ്കിലും എന്താ? പറയലേക്കാ. ഞാൻ അടുത്ത് പറയാം. ഞാനും കാട്ടയാണ്. നീ ഇങ്ങനെ പേടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തൂക്കൂലേ അവര്? കൂടെ കുറെ പിള്ളേരൊക്കെ ഇരുന്നപ്പോ ഞാൻ അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ല. അത് ഇവിടെ വന്നപ്പോ കിട്ടിയതാണ്. എന്റെ കാറിന്റെ കഥ പറഞ്ഞ പിള്ളേരും എന്റെ കൂടെ കൂടി. രാത്രി ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകത്തില്ല. തൂക്കത്തിലേക്കാ. എക്സ്പീരിയൻസ് ആണോ അതിനൊക്കെ? ശരി. അയ്യോ.